എല്ലാവർക്കും സിമ്പിൾ പാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 7 യൂണിറ്റ് 3 Cloud9 എന്ന യൂണിറ്റാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കാണാം. മഹാത്മാഗാന്ധി, ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ്, റാൾഫ് വാൾഡോ എമേഴ്സൺ, ആലീസ് വോക്കർ, അങ്ങനെ കുറച്ച് പേരിനെ കാണാം. അവർ ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഈ യൂണിറ്റ് മൊത്തം ഒരു ഹാപ്പിനെസ് എന്നുള്ള തീമിനെ പറ്റിയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യം മഹാത്മാഗാന്ധി പറഞ്ഞ കോട്ടാണ്, ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. നമ്മൾ ഹാർമണിയോട് കൂടിയിട്ട് എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ഹാപ്പിനെസ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. പിന്നെ ഗബ്രിയേൽ പറയുന്നത്, നോ മെഡിസിൻ ക്യൂസ് വാട്ട് ഹാപ്പിനെസ് കനോട്ട്. മെഡിസിന് കഴിയാത്തത് ഹാപ്പിനെസ്സിന് കഴിയും. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ ഗബ്രിയേൽ പറയുന്നത്. പിന്നെ റാൽഫ് വാൾഡോ എമേഴ്സൺ പറയുന്നത്, ഫോർ എവറി മിനിറ്റ് യു ആർ ആംഗ്രി. നിങ്ങൾ ഒരു മിനിറ്റിൽ നിങ്ങൾ ആംഗ്രി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് 60 സെക്കൻഡ് പോയി എന്നാണ് പറയുന്നത്, ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ആലീസ് വോക്കർ പറയുന്നത്, ഡോണ്ട് വെയിറ്റ് അറൗണ്ട് ഫോർ ദ അതർ പീപ്പിൾ. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. എന്തിന്? ഹാപ്പി ആവാൻ വേണ്ടി. ഒരാളുണ്ടെങ്കിലാണ് നമുക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. എനി ഹാപ്പിനെസ് യു ഗെറ്റ്, യു ഹാവ് ഗോട്ട് ടു മേക്ക് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാക്കണം എന്നാണ് ആലീസ് വോക്കർ പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലെറ്റ് us read about a little girl who went on a school trip which gave her a lot of fun and thrill. This excerpt is taken from Toto-chan, The Little Girl at the Window. Toto-chan, Little Girl at the Window ഒരു ജപ്പാനീസ് ഓട്ടോബയോഗ്രഫി നമ്മൾ നോക്കി സ്വന്തമായിട്ട് നമ്മുടെ ബയോഗ്രഫി എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് ഇത് പറയുക. ഇത് ടെറ്റുസുക്കോ കുരോയനാഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അവളുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഇത്. ജപ്പാനീസ് ആയിരുന്നു അത്. ഇതിലേക്ക് ഇംഗ്ലീഷിലേക്ക് അഡാപ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ടോട്ടോ-ചാൻ ഇത് നമുക്ക് നോക്കാം. സമ്മർ വെക്കേഷൻ കെയിം ടു എൻ എൻഡ് ആൻഡ് ദ ഡേ ഓഫ് ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. അതായത് സമ്മർ വെക്കേഷൻ കഴിയാനായി, ആ ട്രിപ്പിലേക്കുള്ള ആ ഡേ എത്താനായി. എവിടേക്കാണ് ട്രിപ്പ് പോകുന്നത്? ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്കാണ് അവർ ട്രിപ്പ് പോകുന്നത്. ഫോർ ദ സ്റ്റുഡൻറ്റ് ഇറ്റ് വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് അറ്റ് ദ ടുമോ. അതായത് ടുമോയിലുള്ള സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു അത് എന്നാണ് പറയുന്നത്. ദ ട്രിപ്പ് വാസ് ടു എ സൈസൈഡ് സ്കൂൾ അറ്റ് പ്ലേസ് കോൾഡ് ടോയ് ഓൺ ദ ഇസു പെൻസില ഇൻ ഷിസോക്ക. അതായത് ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീസൈഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ ആണ് നടക്കുന്നത്. അത് എവിടെയാണ്? ഇസു പെൻസിലയുടെ അടുത്തുള്ള സ്ഥലമായ ടോയുടെ അവിടെയാണ് ഈ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ദർ വാസ് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ. അപ്പോൾ നമുക്ക് നോക്കാം, ഇസു പെൻസിലയുടെയും അതുപോലെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെയും ഫോട്ടോ ഞാൻ അതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് റൈറ്റ് സൈഡ്, അതായത് സീയുടെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? ഹോട്ട് സ്പ്രിങ് ഉണ്ട്. വേർ ദ ചിൽഡ്രൻ കുഡ് ബോത്ത് സ്വിം ആൻഡ് ടേക്ക് എ ഹോട്ട് ബാത്ത്. അതായത് അവിടെ കുട്ടികൾക്ക് നീന്തുകയും അതുപോലെ ഒരു ചൂടുള്ളൊരു കുളിക്കുകയൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. അതായത് അതായത് ഒരു ട്രിപ്പിൽ നമുക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ് അല്ലേ. ഇവിടെ ഈ ട്രിപ്പ് 3 ദിവസവും പകലും അതുപോലെ 2 നൈറ്റാണുള്ളത്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം ദർ. അതായത് അതിലെ ഒരു കുട്ടിയുടെ അച്ഛന് അവിടെ ഒരു വെക്കേഷൻ ഹോമുണ്ട് ഈ സ്ഥലത്ത്. അതായത് വെക്കേഷനൊക്കെ വരുമ്പോൾ നിൽക്കാൻ പോകുന്ന ഒരു വീടുണ്ട് ഒരു കുട്ടിയുടെ അച്ഛന്. വേർ ഓൾ 50 ഓഫ് ദ ടുമോയെ സ്റ്റുഡൻസ് ഫ്രം ദ 1st to 6th grade കുഡ് സ്റ്റേ. അവിടെ ഈ 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു 50 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ടോട്ടോ-ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. ടോട്ടോ-ചാനാണ് ഇതിൽ കഥാപാത്രം. ടോട്ടോ-ചാന് അറിയില്ല അവളുടെ അമ്മ ഇവളെ ഈ ടൂറിന് വിടുമെന്ന്. മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്. അതായത് അവൾ ചോദിക്കുകയാണ്, ഞാൻ ട്രിപ്പിന് പോട്ടെ എന്ന്. നമ്മൾ അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ ട്രിപ്പിന് പോട്ടെ മുൻകൂട്ടി ചോദിക്കുകയൊക്കെ ചെയ്യും, വിടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. ചിലപ്പോൾ വിടില്ല, പോകണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അവളും ആ ഒരു സംശയത്തോടെയാണ് ചോദിച്ചത്. ചിലപ്പോൾ വിടാതിരുന്നാലോ എന്നുള്ളൊരു സംശയത്തോടെ തന്നെയാണ് ചോദിച്ചത്. ഷീ ആസ്ക്ഡ് ഹെസിസ്റ്റൻ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംശയത്തോടെ ചോദിച്ചു. ബട്ട് ഹെർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ-ചാൻ ഗോ. അതായത് ഹെഡ് മാസ്റ്ററിൻ്റെ ഒരു ലെറ്റർ ഓൾറെഡി അവളുടെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മൈൻഡിൽ, അതായത് അമ്മയുടെ മൈൻഡിലുണ്ടായിരുന്നു എന്തായാലും ടോട്ടോ-ചാനെ വിടണമെന്ന് മൈൻഡിലുണ്ടായിരുന്നു.
അതാണ് ഈ പാരഗ്രാഫ്. അതായത് അവരുടെ ട്രിപ്പ് എവിടേക്കാണ് പോകുന്നത്? പെനിൻസുലയുടെ ജപ്പാനിലത്തെ ഒരു പെനിൻസുല കേട്ടോ, ഇസു പെനിൻസുല. അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഹോട്ട് സ്പ്രിങ് ഉണ്ട്, അവിടെ കുട്ടികൾക്ക് കളിക്കുക ചെയ്യാം, കുളിക്കാം, അങ്ങനത്തെ ഒരു ഇത്. പിന്നെന്താ, ഒരു 50 കുട്ടികൾ ഒക്കെ നിൽക്കാൻ പറ്റും അവിടെ ഒരു കുട്ടിയുടെ ഫാദറിന് അവിടെ ഒരു വീടുണ്ട്. അതൊക്കെയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലായി. Now then said the headmaster when they had all assembled to start trip. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് അസംബ്ലി ചെയ്തിട്ട് അവരോട് പറയണ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പറയാണ്, വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. അതായത് നമ്മൾ യാത്ര ചെയ്യുന്നത് കുട്ടികളുടെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ടൂർ പോകണതിൻ്റെ മുന്നേ നമുക്ക് ടീച്ചേഴ്സ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരില്ലേ, അതുപോലെ ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ ട്രെയിനിലും അതുപോലെ ഷിപ്പിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആരെയും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെയാണ് ഹെഡ് മാസ്റ്റർ പറയുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്കത് മനസ്സിലായോ? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ പറയുകയാണ്. ദാറ്റ് വാസ് ദ ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ്. കൂടിയിട്ട് ഈ ഇൻസ്ട്രക്ഷനാണ് ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് കൊടുത്തത്. യെറ്റ് ദ ചിൽഡ്രൻ വർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ഇൻസ്ട്രക്ഷനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ കുട്ടികൾക്ക് അറിയാം എങ്ങനെയാണ് ഇരിക്കേണ്ടത് ടൂർ പോകുമ്പോൾ എന്നൊക്കെ അറിയണ്ടായിരിക്കാം. കുട്ടികളൊക്കെ വളരെയധികം അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിനിൽ നല്ല കുട്ടികളായിട്ടാണ് ഇരുന്നത്. നോബഡി റാൻ ആൻഡ് ഡൗൺ ദ ഗാർഡ്. അതായത് കുട്ടികൾ ഓടുകയോ ചാടുകയോ നടക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് ദ ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വൈറ്റ്ലി എമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. കൂടിയിട്ട് അതായത് ഓടും നടക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇറങ്ങി ഓടുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കൂടിയിട്ട് മെല്ലെ സൈലൻ്റായിട്ട് അപ്പുറത്തുള്ള ആളുകളോട് സംസാരിക്കുകയാണ്, അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരോട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. The two more pupils had never been actually told how to behave in public. അതായത് കുട്ടികളോട് ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് പെരുമാറേണ്ടത് പബ്ലിക്കിൽ, ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് സംഹൗ their school life had instilled into them basic of decency and good behavior. They never bullied other, never took other unruly behavior, picked up litter wherever they found it, and never annoyed or disturbed others. അതായത് അവരുടെ സ്കൂൾ ലൈഫ് അവരുടെ ഉള്ളിൽ ഇൻസ്റ്റിൽഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്വഭാവം വളർത്തിയെടുക്കുക. അതായത് എന്തൊക്കെ ഇതാണ് ബേസിക് ഓഫ് ഡീസൻസി, അതുപോലെ ഗുഡ് ബിഹേവിയർ, അതൊക്കെ അവരുടെ സ്കൂൾ ലൈഫ് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ അവർ ഒരിക്കലും മറ്റുള്ള ആളുകളെ ബുള്ളി ചെയ്യുക, അതായത് കളിയാക്കുക, അതുപോലെ ചീത്ത സ്വഭാവത്തിൽ പെരുമാറുക, അതുപോലെ അവർ കണ്ണി കണ്ട സാധനങ്ങളൊന്നും അങ്ങനെ നിലത്ത് കിടക്കുന്നതൊന്നും തീരെ എടുത്തിരുന്നില്ല, അതുപോലെ മറ്റുള്ള ആളുകളെ തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല, എനോയ് ചെയ്തിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവരുടെ സ്കൂൾ ലൈഫ് കൊണ്ട് അവർക്ക് കിട്ടിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോച്ചാൻ. ഇതിൽ ഏറ്റവും അതിശയകരമായത് ടോട്ടോച്ചാൻ എന്ന പെൺകുട്ടിയാണ്. ഇൻ ഹെർ ഓൾഡ് സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമേജിനബിൾ തിങ്സ്. അതായത് അവളുടെ പഴയ സ്കൂളിൽ അവൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസീഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുള്ള സ്ട്രീറ്റിലെ മ്യൂസീഷ്യനോട് സംസാരിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ടോട്ടോച്ചാൻ. അറ്റ് ടോമോ ഫ്രം ഹെർ ഫസ്റ്റ് ഡേ ഷീ വാസ് അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ് ആൻഡ് ഹെർ ലെസൺസ് പ്രോപ്പർലി. അതായത് അവളുടെ ഇപ്പോഴത്തെ സ്കൂളിൽ അവൾ ചേർന്നപ്പോൾ തൊട്ട് അവൾ വളരെയധികം അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിലിരിക്കാൻ തുടങ്ങി, ലെസൺസൊക്കെ നന്നായി പഠിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇഫ് എനി ഓഫ് ദ ടീച്ചർ ഫ്രം ഹെർ ഓൾഡ് സ്കൂൾ സോ ഹെർ നൗ ദേ വുഡ് നോട്ട് ബിലീവ് ഇൻ ദെയർ ഐസ്. അതായത് പുറത്തുനിന്ന്, അതായത് അവളുടെ പഴയ സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അവരുടെ കണ്ണുകൾ കൊണ്ട് അത് വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. ടോട്ടോച്ചാൻ ഇങ്ങനെ ആയത്. ഷുവർലി ഇറ്റ് ഈസ് നോട്ട് ടോട്ടോച്ചാൻ ദേ വുഡ് ഹാവ് സെയ്ഡ്. അതായത് ഇത് ഞങ്ങളുടെ ടോട്ടോച്ചാൻ അല്ല എന്ന് അവർ ഉറപ്പായും പറയും. ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്, ഇത് വേറെ ആരുമാണ് എന്ന് പറയും എന്നാണ് പറയുന്നത്. അത്രയധികം മാറ്റം അവളിലുണ്ടായി. അതെന്തുകൊണ്ടാണ്? ആ സ്കൂളിലുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി കാരണമാണെന്നാണ് പറയുന്നത്. At Numazu they embarked on a ship that was just like what they had all dreamed about. നുമാസു എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ കപ്പൽ ഇറങ്ങി. അതൊരു അവർ ഡ്രീം ചെയ്ത പോലെ തന്നെയായിരുന്നു. ഇറ്റ് വാസ് ഇൻ എ ബിഗ് ഷിപ്പ് ബട്ട് ദേ were all so excited that they inspected every corner of deck.
അതായത് അവർ വിചാരിച്ച പോലെ, അതായത് ഡ്രീം ചെയ്ത പോലെ തന്നെയായിരുന്നു. പക്ഷെ അത് അത്ര വലിയ ഷിപ്പൊന്നുമല്ല, പക്ഷെ അവർ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഇൻസ്പെക്ടർ എന്ന് വെച്ചാൽ അവർ സെർച്ച് ചെയ്തു എല്ലാ മുക്കും മൂലയും. അവർ ഡെക്ക് എന്ന് വെച്ചാൽ ഈ കപ്പലിൻ്റെ ഒരു ഭാഗങ്ങൾ ഫുള്ള് അവർ തിരഞ്ഞു. പുള്ളിങ് അറ്റ് ആൻഡ് പോക്കിങ് ദെയർ ഹാൻഡ്, വലിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്തു അവർ ഹാൻഡ് കൊണ്ട്. അതായത് അവർ കണ്ടപ്പോൾ എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. ക്രമേണ കടൽ വളരെയധികം റഫ് ആവാൻ തുടങ്ങി, ശാന്തമില്ലാതെ അശാന്തമായി, അതായത് നല്ല കലുഷിതമായി നമ്മുടെ കടൽ. ടോട്ടോച്ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. ടോട്ടോച്ചാന് വളരെയധികം അസുഖം പോലെ അനുഭവപ്പെട്ടു. ആസ് ഡിഡ് സം അതേഴ്സ്. മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അവൾക്കും കുറച്ച് സിക്കായി എന്നാണ് പറയുന്നത്. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റുഡ് അമിഡ് ഷിപ്പ് ആൻഡ് റാൻ ഫ്രം വൺ സൈഡ് ടു അതർ സേയിങ് ഊപ്സ്. അതായത് ഷിപ്പ് ആടി ഉലയുകയാണ് ഈ കടലിങ്ങനെ ആവുമ്പോൾ. അപ്പോൾ കുറച്ച് മുതിർന്ന കുട്ടികൾ മധ്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, മധ്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങി. അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ സ്കൂളിലാണെന്ന് വെച്ചെങ്കിലും അങ്ങനെ നമ്മൾ മഴ പെയ്യുമ്പോൾ കേൾക്കണില്ല അങ്ങനെയൊക്കെ ഓരോന്ന് പറയില്ലേ, അങ്ങനെ ഒരു കുസൃതി പോലെ, അതുപോലെ തന്നെ കുട്ടികൾ അങ്ങനെ അയ്യോ അയ്യോ. ഇത് പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. അതായത് കടൽ ഇത്രയും കലുഷിതമായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോഴും കുട്ടികൾ ഇങ്ങനെ ആകെ അലറുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയൊക്കെ ആയിരുന്നു. ഇറ്റ് വാസ് സോ ഫണ്ണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡൻറ്റ് ഹെൽപ്പ് ലഫിങ് ഈവൻ ദോ ദേ ഫെൽറ്റ് സോ സീസിക്ക്. അതായത് കടൽ ഇത്രയും കലുഷിതമായിട്ടും കുട്ടികൾ വളരെയധികം തമാശ പോലെയാണ് ഇതെടുത്തിരുന്നത്. അവരത് ചിരിക്കുകയാണ് അതൊക്കെ കണ്ടിട്ട്. തീരെ സീരിയസ് ആവാത്ത പോലെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അത്രയധികം സംഭവം അവിടെ നടക്കുമ്പോഴും കുട്ടികൾക്ക് വളരെയധികം ചിരിയാണ് അവിടെ തോന്നുന്നത്. വെൻ ദേ ഡിസെംബാർക്ക്ഡ് ദ ഊപ്സ് ബോയ് ബിഗാൻ ടു ഫീൽ സിക്ക് ജസ്റ്റ് വെൻ എവരി വൺ എൽസ് ഹാഡ് റിക്കവേർഡ് ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. ഡിസംബാർക്ക്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇറങ്ങി കപ്പലിൽ നിന്ന്. ഒരു കുട്ടിക്ക് സിക്കായി എല്ലാവരെ പോലെ തന്നെ. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഫൈനായി റിക്കവർ ചെയ്തു എന്നാണ് പറയുന്നത്. Spire Toy was in quite beautiful village on sea surrounded by wooded hills. After a short rest, the teachers took the children down for a swim in the sea. It wasn't like the swimming pool at school, so they wore their swimsuit. അവർക്കൊരു ടോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്കൊരു സ്പാ കിട്ടി. അവിടെ ആ സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര സമാധാനപരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആയിരുന്നു. അതിന് ചുറ്റും എന്താണ്, കടലാണ്. അതുപോലെ എന്താണുള്ളത്, കുറേ മലകളുണ്ട്. എന്ത് തരത്തിലുള്ള വുഡഡ് ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മരങ്ങളുള്ള കുന്നുകളാണുള്ളത്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ്, കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം ടീച്ചേഴ്സ് കുട്ടികളെ സീയിലേക്ക് നീന്താൻ വേണ്ടിയിട്ട് ഇറക്കി. അത് അവരുടെ സ്കൂളിലുള്ള പോലത്തെ ഒരു സ്വിമ്മിംഗ് പൂളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്വിമ്മിങ് സൂട്ടൊക്കെ ധരിച്ചു. ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. അതായത് ഹോട്ട് സ്പ്രിങ് എപ്പോഴും നമുക്ക് കാണപ്പെടണമെന്നില്ല. ചൂട് നീരുറവകൾ നമുക്ക് സോഷ്യലിലൊക്കെ പഠിക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഇതല്ല. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചിരിക്കുന്നു. സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. അതായത് സീയുടെ ഭാഗത്തിൽ നിന്ന് ഒരു ലൈനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, ഹോട്ട് സ്പ്രിങ്ങിനായിട്ട് മാറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇഫ് യു ക്രോസ്ഡ് ഡൗൺ വേർ യു ടോൾ ദ ഹോട്ട് സ്പ്രിങ് വാസ്, ദ ഹോട്ട് വാട്ടർ കെയിം അപ്പ് ഇൻ ടു യുവർ നെക്ക്. അതായത് കുനിഞ്ഞിരുന്നെങ്കിൽ, എവിടെയാണ് ഹോട്ട് സ്പ്രിങ് ഉള്ളത് അവിടെ കുനിഞ്ഞിരുന്നെങ്കിൽ വാട്ടർ നമ്മുടെ കഴുത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീയിങ് ഇൻ എ ഹോട്ട് ബാത്ത് വളരെയധികം ലവ്ലി, നല്ല രസമുള്ളതായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ദ സീഷോ വാസ് സോ ഡിസേർട്ടഡ്. ആ സമയങ്ങളിൽ, അതായത് ചൂട് ഉറവയാണെന്ന് പറഞ്ഞില്ല, ആ സമയങ്ങളിൽ സീഷോർ, കടൽ തീരം എങ്ങനെയായിരുന്നു, ഡിസേർട്ടഡ് ആയിരുന്നു, മരുഭൂമി പോലെയായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അത് ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ, സ്വന്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയായിരുന്നു. ദ ചിൽഡ്രൻ റിവെൽഡ് ഇൻ ദീസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിങ് സീ ബാത്തിങ്. അതായത് റിവെൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ആനന്ദിക്കുക എന്നുള്ളതാണ് അർത്ഥം. ആ ഹോട്ട് സ്പ്രിങ് ബാത്ത്, അതായത് അത് നല്ല ഒരു അൺയൂഷ്വൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെയധികം സന്തോഷിച്ചു. വെൻ ദേ ഗോട്ട് ബാക്ക് ടു ദ ഹൗസ് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്റ്റേയിങ്
സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോങ്. കുറേ നേരം വെള്ളത്തിൽ കളിച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ദയർ ഫിംഗേഴ്സ് വർ മാസ് ഓഫ് റിങ്കിൾസ്. അതായത് നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചാൽ അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ കുറേ നേരം വെള്ളത്തിൽ ഇതിപ്പോൾ തിരുമ്പുക, കഴുകുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയാകെ ഇങ്ങനെ ഒരു ചുളിഞ്ഞ പോലെയാവും. അങ്ങനെയായി എന്നാണ് പറയുന്നത്. മാസ് ഓഫ് റിങ്കിൾസ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കുറേ അധികം ചുളിവ് അവരുടെ വിരലുകളിൽ ഉണ്ടായിരുന്നു. ഈച്ച് നൈറ്റ് വൺസ് ദേ വേർ ടക്ഡ് ഇൻ ടു ദയർ ക്വിൽട്ട്. എല്ലാ രാത്രിയും അവർ ക്വിൽറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പിൽ ടക്ക്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പ് കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ കിടക്കുക. എല്ലാ രാത്രി അവരങ്ങനെയാണ് കിടക്കാറ്. ദ ചിൽഡ്രൻ ടുക്ക് ടേൺ ടെല്ലിങ് ഗോസ്റ്റ് സ്റ്റോറി. കുട്ടികൾ എന്താണ് പ്രേതത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കസിൻസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായി കൂടിയിട്ട് ചേരുമ്പോൾ നമ്മൾ അങ്ങനത്തെ കഥകളൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇവരും അവിടെ അങ്ങനെ ഗോസ്റ്റിൻ്റെ കഥകളൊക്കെ പറയുകയാണ്. ടോട്ടോച്ചാൻ ആൻഡ് ദ അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോഡ് സോ ഫ്രൈറ്റൻ ആൻഡ് ദേ ക്രൈഡ്. ടോട്ടോച്ചാനും അതുപോലെ തന്നെ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കരയാൻ തുടങ്ങി. ഈ കഥകളൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ടീയേഴ്സ് ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ. ഇൻസ്പൈറ്റ് എന്ന് വെച്ചാൽ എന്നിട്ടും അവർ ഈ കരച്ചിൽ വെച്ചിട്ട് ഈ ടീയേഴ്സ് വന്നുകൊണ്ടിരിക്കുമ്പോഴും അവർ ചോദിക്കുകയാണ്, എന്നിട്ട് എന്താ ഉണ്ടായേ, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ എന്നിങ്ങനെ ചോദിക്കുകയാണെന്നാണ് പറയുന്നത്. Unlike camping inside the school and the bravery test, the 3 days stay at Toy Spa was a really life experience. അതായത് അവർ 3 ദിവസം നിന്നു ടോയ് സ്പായിൽ. അതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ക്യാമ്പിന് ഉള്ളിലുള്ളതിനെയും കാട്ടിയും ഒരു ബ്രേവറി ടെസ്റ്റിന് അപ്പുറത്തേക്കുള്ളൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ദർ വാസ് എ ഫോറസ്റ്റ് ഫുൾ ഓഫ് സിസാഡാസ് ആൻഡ് എ ഷോപ്പ് വെർ യു കുഡ് ബൈ പോപ്സിക്കിൾ. അതായത് ആ ഫോറസ്റ്റ് മുഴുവൻ എന്തായിരുന്നു, സിസാഡാസ് എന്ന് വെച്ചാൽ ഒരു പ്രാണിയാണ്. ആൻഡ് എ ഷോപ്പ് വെർ യു കുഡ് ബൈ പോപ്സിക്കിൾ. അവിടെ നിന്ന് നമുക്ക് പോപ്സിക്കിൾ വാങ്ങാൻ കഴിയുമെന്നാണ് പറയുന്നത്. പോപ്സിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീം, അതായത് ബാർ ഐസ്ക്രീമില്ലേ, അതിന് പറയുന്നതാണ് പോപ്സിക്കിൾ. ഞാൻ അതിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. അവിടെ അവർ ആരനെ കണ്ടു, ഒരു ആളനെ കണ്ടു ബീച്ചിൽ. അയാൾ ഒരു വുഡൻ ബോട്ട് ഉണ്ടാക്കുക, വലിയൊരു വുഡൻ ബോട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്പ്. അതൊരു ബോട്ട് ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അപ്പോൾ അയാൾ എല്ലാ ദിവസവും ഫസ്റ്റ് തിങ്ങായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ അത് ഈ ബീച്ചിലേക്ക് ഇറക്കും. എന്നിട്ട് എത്രമാത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാവിലെ തന്നെ ഈ ബീച്ചിലേക്ക് ഇദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബോട്ട് ഇറക്കുന്നത്. ദ മാൻ ഗേവ് ടോട്ടോച്ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്. അതായത് അയാൾ ടോട്ടോച്ചാൻ എന്ത് കൊടുത്തു, ഒരു വുഡനായിട്ടുള്ള ഒരു കേളി ടൈപ്പായിട്ടുള്ള ഒരു മരത്തിൻ്റെ ഒരു സാധനം കൊടുത്തു അവൾക്ക്. How about a souvenir photograph? asked the headmaster. When they were to leave, they had never had a photograph taken of all of them together. And the children were excited at the idea. അപ്പോൾ സുവനീർ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് ഹെഡ് മാസ്റ്റർ ചോദിച്ചു അവർ പോണേങ്ങാട്ടി മുന്നേ. ദേ ഹാഡ് നെവർ ഹാഡ് ഫോട്ടോഗ്രാഫ്. അവർക്ക് ഇതുവരെയായിട്ട് ഒരു ഫോട്ടോ പോലും എല്ലാവരും കൂടിയിട്ട് എടുത്തിട്ടില്ല. ചിൽഡ്രൻ, അതായത് കുട്ടികൾ അതിന് ആശയത്തോട് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. No sooner was the headmaster ready with his camera than someone had gone to toilet. അതായത് ഹെഡ്മാസ്റ്റർ ക്യാമറ ഒക്കെ എടുത്ത് വരുമ്പോൾ ഒരാൾ ടോയ്ലറ്റിൽ പോയി. then someone else had his gym shoes wrong on feet. ചില കുട്ടികൾ, ഒരു കുട്ടി ഷൂ ഇട്ടത് തെറ്റായ കാലുകളിലായിരുന്നു, അത് ചേഞ്ച് ചെയ്തു. had to change them around. When he finally said, is everyone ready? അവസാനം പിന്നെയും ഹെഡ് മാസ്റ്റർ ചോദിച്ചു, എല്ലാവരും ഓക്കെ ആയോ, റെഡി ആയോ എന്ന് ചോദിച്ചു. 1 or 2 of the children were lying on the ground. 1-2 കുട്ടികൾ ഗ്രൗണ്ടിൽ കിടക്കാൻ തുടങ്ങി. they had become tired of holding their poses so long. കുറേ നേരമായി അവർ പോസ് ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെയധികം ക്ഷീണം തോന്നിയെന്നാണ് പറയുന്നത്. it was big problem ഗെറ്റിംഗ് എവരി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അതൊരു വലിയൊരു പ്രശ്നമാണ്, എല്ലാവരും റെഡിയായിട്ട് ഫോട്ടോ എടുക്കുക എന്നത്. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. ആ പ്രോസസ്സ് നടക്കാൻ കുറേ അധികം സമയം വേണ്ടി വന്നു. അതായത് ചെറിയ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആ ടൈമിലായിരിക്കും അവർ അങ്ങോട്ട് നോക്കുക, ചിലപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങനെ കുറേ നേരം വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളും ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ക്ലാസ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സംഭവിക്കാം ഇല്ലേ, അതാണ് ഇവിടെ പറയുന്നത്.
But that photograph with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. അതായത് ആ ഫോട്ടോഗ്രാഫ് ഒരു സീയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഓരോ കുട്ടികളും അവൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നിന്നിരിക്കുന്നത്, പോസ് ചെയ്തിരിക്കുന്നത്. ബിക്കേം എ ട്രഷേർഡ് പൊസഷൻ ഫോർ ഈച്ച് ഓഫ് ദം. ഓരോരുത്തർക്കും അതൊരു അമൂല്യമായിട്ടുള്ള സ്വത്താണ്. ട്രഷേർഡ് പൊസഷൻ എന്ന് വെച്ചാൽ അമൂല്യമായ സ്വത്ത്. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ദ മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. അതായത് ഓർമ്മകൾ പിന്നിലേക്ക് ഒഴുകി പോകുന്നതാണ് പറയുന്നത് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ. ടോട്ടോച്ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോച്ചാൻ അത് ഒരിക്കലും മറക്കില്ല, അവളുടെ ഫസ്റ്റത്തെ സമ്മർ വെക്കേഷൻ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജപ്പാനീസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഡൊറോത്തി ബ്രിട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്